കള്ളില്ലാണ്ട് പറ്റില്ല. എം ഡി എം എന്നൊരു സാധനം ഇവള് പറഞ്ഞല്ലോ വീഡിയോയിൽ. എനിക്ക് അത് കണ്ടുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത് ചെയ്യണത്. ഈ എം ഡി എം എന്ന് പറഞ്ഞ സാധനം സജനനെ തലക്ക് പിടിച്ച് നമ്മളിങ്ങനെ കുലുക്കിയാലില്ലേ, സജനയുടെ മൂക്കിന്ന് ഒരു 3-3.5 കിലോയോളം എം ഡി എം കിട്ടും. സത്യമാണ് ഞാൻ പറയണത്. അപ്പൊ ഈ ഫിറോസ് വിളിക്കും, വീഡിയോ കോളിൽ വിളിക്കുമ്പോൾ. അപ്പം ഫിറോസ് വീഡിയോ കോളിൽ വിളിക്കുമ്പോഴത്തേന് റസൂൽ പൂക്കുട്ടി ഉറങ്ങണായിരിക്കും. അപ്പോഴാണ് വീഡിയോ കോൾ പറയണോ ശല്യം വിളിക്കേണ്ടെന്നുള്ള രീതിയിലാണ് ഇവള് ഫിറോസിന്റെ ഫോൺ എടുക്കണം. പക്ഷെ പൈസ താടാ, എന്നെ അവിടെ കൊണ്ടുപോടാ, എന്നെ ഇവിടെ കൊണ്ടുപോടാ. ഇതാണ് അവളുടെ ക്യാരക്ടർ. സജന ഫിറോസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇന്നലെ ഫിറോസ് ഖാൻ ഒരു വോയിസ് പുറത്തു വിട്ടിട്ടുണ്ട്. നിലവിൽ നടക്കുന്ന ഇഷ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഈ സജനയുടെ അവിഹിതത്തെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം മറുനാടനിൽ സജന കൊടുത്തൊരു ഇൻ്റർവ്യൂ ഉണ്ട്. ആ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, ദുബായിൽ ഏതോ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് പോയ സമയത്ത് ഏതോ ഒരു സെക്സ് റാക്കറ്റിൻ്റെ ഇടയിൽ പെട്ടുപോയി. അവിടെ നിന്ന് രക്ഷിച്ച വ്യക്തിയാണ് റസൂൽ പൂക്കുട്ടി. അവിടെ നിന്ന് പിന്നെ എങ്ങനെയൊക്കെയോ ആണ് നാട്ടിലോട്ട് എത്തിയത്. അങ്ങനെയൊക്കെ കുറേ വളിഞ്ഞ ഡയലോഗുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഫിറോസ് ഖാൻ ഇന്നലെ ഒരു വോയിസ് പുറത്തു വിട്ടായിരുന്നു. ആ വോയിസിനകത്ത് ഒരു ലേഡിയാണ് സംസാരിക്കുന്നത്. പുള്ളിക്കാരത്തി കുറേ കാര്യങ്ങൾ ഈ സജിനെ പറ്റി പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ആ പറഞ്ഞതെല്ലാം സത്യമാണെങ്കിൽ ഈ സജിന എന്ന് പറയുന്നൊരു വ്യക്തി എന്തുമാത്രം കള്ളിയാണ്. ഇത് ഇവരുടെ രണ്ടുപേരുടെ ഭാഗത്തും ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങളാണ് പറയുന്നത്. ഒന്നും തെളിവുകളില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തെളിവുകൾ വെച്ച് സംസാരിക്കണം. സജന മറുനാടനകത്ത് വന്നിരുന്നിട്ട് ഈ MDMA പറ്റിയിട്ട് ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പം സംഭവം എല്ലാം നേരെ തിരിഞ്ഞാണ് വരുന്നത്. സജനയുടെ മൂക്കൊന്ന് പിടിച്ച് കുടഞ്ഞു കഴിഞ്ഞാൽ 3 കിലോ MDMA കിട്ടുമെന്നുള്ള രീതിയിലോട്ടാണ് കാര്യങ്ങളെല്ലാം തിരിഞ്ഞു വരുന്നത്. എന്തായാലും നമുക്ക് ആദ്യം ആ വോയിസ് ഒന്ന് കേൾക്കാം. പക്ഷെ ഇവൾക്ക് അത് പറയുമ്പോഴാണ് കള്ളില്ലാണ്ട് പറ്റില്ല. എം ഡി എം എന്നൊരു സാധനം ഇവള് പറഞ്ഞല്ലോ വീഡിയോയിൽ. എനിക്ക് അത് കണ്ടുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത് ചെയ്യണത്. ഈ എം ഡി എം എന്ന് പറഞ്ഞ സാധനം സജനനെ തലക്ക് പിടിച്ച് നമ്മളിങ്ങനെ കുലുക്കിയാലില്ലേ, സജനയുടെ മൂക്കിന്ന് ഒരു 3-3.5 കിലോയോളം എം ഡി എം കിട്ടും. സത്യമാണ് ഞാൻ പറയണത്. ഈ സാധനം ഇല്ലാതെ സജനക്ക് പറ്റില്ല. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ അഡിക്ഷനാണ്. അതിൻ്റെ ഇടയിൽ സജന പറയുന്ന വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, വേറെ കുറെ അലിഗേഷൻസ്. ഒരിക്കലും ഇവൾക്ക് അത് ചെയ്ത ആൾക്കാരുടെ പേര് ഇവള് പറയാണ്ട് അതല്ലാത്ത ആൾക്കാരുടെ പേര് സജനാണ് ഇവള് പറയുന്നുണ്ട്. എന്നെ കുറെ നല്ല ആൾക്കാർ കൂടി ഇടപെടുത്തി എന്നെ കൊണ്ട് എവിടാക്കി, എന്നെ എയർപോർട്ടിൽ നിന്ന് കയറ്റി വിട്ടു എന്ന്. അവളെ എയർപോർട്ടിൽ നിന്ന് കയറ്റി വിട്ട ആള് ഞാനാണ് സജന നൂർ. അത് ഞാൻ പരിചയപ്പെടുമ്പോൾ സജന ഫിറോസ് ആണ്. അതിനുശേഷമാണ് ഇവൾക്ക് കുറെ ബന്ധങ്ങൾ ഞാൻ കണ്ടത്. ഫിറോസ് അറിഞ്ഞതിന് ശേഷം പിന്നെ ഫിറോസിനെ അവൾക്ക് കൊണ്ടുനടക്കാൻ പറ്റില്ലല്ലോ, അവളത് നൂറാക്കി. ഈ പറഞ്ഞ സജന നൂറിനെ എയർപോർട്ടിൽ നിന്ന് കയറ്റി വിട്ടിട്ട് അതിന്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. അത് അവൾ കയറി പോണേ, അവളുടെ ഇമിഗ്രേഷൻ കഴിഞ്ഞ് കയറി പോണ വരെ ഞാൻ ആ എയർപോർട്ടിൽ ഞാൻ നിൽക്കുകയാണ്. ഈ ആക്കി കൊടുത്തു എന്ന് പറഞ്ഞ എന്റെ റസൂൽ പൂക്കുട്ടിയാണ് എന്റെ അങ്ങനെ ഇങ്ങനെ ദൈവം എന്നൊക്കെ പറഞ്ഞില്ലേ. റസൂൽ പൂക്കുട്ടി എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഫസ്റ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ലക്ഷ്മി ജയനും ഞാനുമാണ് ഈ റസൂൽ പൂക്കുട്ടി. റസൂൽ പൂക്കുട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി സജിനെ തമാശയ്ക്ക് നോക്കിയതായിരുന്നു. അതായത് ചുമ്മാ ഒരു ഫ്ലേർട്ട് സെറ്റപ്പിൽ നോക്കിയെന്നുള്ള രീതിയിലോട്ടാണ് ഈ കാര്യങ്ങളെല്ലാം വരുന്നത്. ഈ സജിനെ ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്ത് ഈ അവസരം മാക്സിമം അങ്ങ് യൂട്ടിലൈസ് ചെയ്ത് അതിൻ്റെ കൂടെ പ്രഗ്നൻ്റ് ആയി, പിന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കി, പിന്നെ 3 കോടി രൂപ സെറ്റിൽമെൻറ്റ് നോക്കി. ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ഒരു ലേഡി ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്. ഫിറോസിൻ്റെ ഫോണിൽ വിളിച്ച് കോള് കട്ട് ചെയ്യുന്നതിൻ്റെ ഉടനെ തന്നെ റസൂലിനെ വിളിക്കുന്നു, റസൂലിൻ്റെതായിട്ട് കൊഞ്ചി കുഴഞ്ഞു പോകുന്നു. അതായത് സ്വന്തം ഭർത്താവിനെ അവിടെ നിർത്തിയിട്ടാണ് ഇങ്ങനെയുള്ള പരിപാടി കാണിക്കുന്നത്. കല്യാണം കഴിഞ്ഞ് 2 പിള്ളേരുണ്ട്, എന്നിട്ട് ഇങ്ങനെയുള്ള പരിപാടികൾ കാണിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങേയറ്റം ചെറ്റത്തരമാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, സജിന എന്ന് പറയുന്നൊരു വ്യക്തി ഇനി എന്തെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ജനങ്ങൾ അത് വിശ്വസിക്കാൻ പോകുന്നില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് വല്ല തെളിവുകളും ഉണ്ടെങ്കിൽ തെളിവുകൾ വെച്ച് വേണം സംസാരിക്കാനായിട്ട്. ഇത് വലിയ രീതിയിലുള്ള അലിഗേഷനാണ് സജിനെ പറ്റിയിട്ട് ഓരോ ദിവസം കൂടുമ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ആ മറുനാടനിൽ കൊടുത്ത ഇൻ്റർവ്യൂ കണ്ടില്ലായിരുന്നോ? വന്നിരുന്ന് ന്യായീകരിക്കുവാണ്, അവിഹിതം ന്യായീകരിക്കുന്നത്. ആദ്യം കാണുന്നത് ഈ ഞങ്ങളുടെ ഗ്യാങ്ങില് കണ്ടു കഴിഞ്ഞാൽ അന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഫോട്ടോ എടുത്ത സമയത്തും ഈ പറഞ്ഞ പോലെ തന്നെ അവൾക്കൊരു ഒറ്റ മൂവിയുടെ ഇതിനൊരു പാട്ടിന്റെ സീനൊക്കെ ഇപ്പം ഞങ്ങളുടെ ഫോൺ നമ്പറൊക്കെ ഉണ്ട്. ഈ റസൂൽ പൂക്കുട്ടി എനിക്കും മെസ്സേജ് അയച്ചിട്ടുണ്ട്, ലക്ഷ്മി ജയന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സെക്സി ആയിട്ടുള്ള കുറച്ച് നല്ല സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ലാത്ത മെസ്സേജുകളാണ് അയാൾ അയച്ചത്. റസൂൽ പൂക്കുട്ടിയുടെ ഏകദേശം ഒരു സ്വഭാവം മനസ്സിലായല്ലോ. പുള്ളിക്കാരൻ ഓൾറെഡി ഇങ്ങനെയൊക്കെയാണ് എല്ലാവരോടും ബിഹേവ് ചെയ്യുന്നത്. അപ്പം ചില ആൾക്കാരെല്ലാം അതിൽ ചെന്നുപെടും, ചില ആൾക്കാർ അതിലൊന്നും ചെന്നുപെടത്തില്ല. എന്തായാലും അത് മനസ്സിലാക്കിയിട്ടായിരുന്നു സജിന പരിപാടികളെല്ലാം തുടങ്ങിയത്. എന്നിട്ട് ഇപ്പോൾ ഇത് എവിടെ ചെന്നെത്തി? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
അയാൾക്കൊരു സുഖമില്ലാതെ കിടക്കുന്ന ഒരു ഭാര്യയുണ്ട്. ആ ഭാര്യയുടെ അവസ്ഥ ആലോചിക്കുമ്പോഴാണ് അതിലും വലിയ കഷ്ടം. ശരിക്കും അവരെന്ത് തെറ്റ് ചെയ്ത് അവരിതൊക്കെ പബ്ലിക്കിൽ ഇങ്ങനെ കേൾക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പരം ഒരു അപമാനം ഒന്നുമില്ല. അവർക്ക് എന്തോ ബ്രെയിൻ ട്യൂമർ ആണെന്നൊക്കെയാണ് പറയുന്നത്. ആ സ്ത്രീക്ക് ഒരിക്കലും ഇതൊന്നും താങ്ങാനായിട്ട് പറ്റത്തില്ല. അവർക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ആര് ഉത്തരവാദിത്തം പറയും? എന്താണ് യു ലുക്ക് സെക്സി ബോംബ് അങ്ങനത്തെ ഒക്കെ ഒരു കൈൻഡ് ഓഫ് അങ്ങനത്തെ ഒരു മെസ്സേജുകളൊക്കെയാണ് ഇയാൾ അയച്ചപ്പോൾ അപ്പം ഞാനും ലക്ഷ്മി ജയനും കൂടി ഇങ്ങനെ പറയണതേ റസൂൽ പൂക്കുട്ടി മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അവളോട് ആടി എനിക്ക് അയക്കുന്നുണ്ട്. അപ്പം നിനക്ക് എന്ത് മെസ്സേജ്? അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ലക്ഷ്മി ജയൻ നാട്ടിൽ വന്നതിന് ശേഷമാണ് റെക്കോർഡിങ്, ഒറ്റ മൂവിയുടെ പാട്ടിൻ്റെ റെക്കോർഡിങ്ങിനാണ് സജനനുമായിട്ട് പോയത്. സജനനുമായിട്ട് പോയപ്പോൾ അന്നാണ് അവിടെ ഇവളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് റസൂൽ പൂക്കുട്ടി അവിടെ ചെല്ലണതും ഇവർ തമ്മിൽ കാണണതും നമ്പർ കൈമാറുന്നതും എല്ലാം ആ സമയത്താണ്. അതിനുശേഷം ഇയാൾ ഞങ്ങൾക്ക് അയച്ച പോലത്തെ മെസ്സേജ് സജനക്കും അയച്ച്. സജന ഈ പറഞ്ഞ പോലെ തന്നെ ഈ എന്താ പറയുക ഈ കാലം നീട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ് സജന വീഴാൻ വേണ്ടിയിട്ട്. ഏതൊരാണ് വന്നാലും സജന വീഴും. സജന നല്ല പ്രേമരോഗമാണ്. അതൊക്കെ ഞങ്ങൾ ലിറ്ററലി ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സജനയ്ക്ക് നല്ല പ്രേമരോഗമാണെന്നാണ് പറയുന്നത്. അതെന്തായാലും പ്രത്യേകിച്ച് തെളിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യം ഈ ആൽബത്തിൻ്റെ ഷൂട്ടിങ്ങിനിടയിൽ പോകുന്ന സമയത്ത് ഡയറക്ടറുമായിട്ട് പ്രണയം, പിന്നെ പ്രൊഡ്യൂസറുമായിട്ട് പ്രണയം, പ്രൊഡ്യൂസറുമായിട്ട് വിളിച്ചു കൊടുന്ന് അങ്ങനെ ഒരുപാട് അവിഹിതം കേട്ടതാണ്. അപ്പം ഈ കാര്യത്തിൽ സജിനെ വെല്ലുവിളിക്കാൻ വേറെ ആരുമില്ല. അപ്പം സജിനയ്ക്ക് പ്രേമരോഗം എന്ന് പറയുന്നൊരു സാധനം സത്യമാണ്. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തർക്ക് എന്ത് പറയണ്ടേ, ജനറ്റിക്കലി കിട്ടുന്നൊരു സാധനം. അതൊന്നും ഇനി മാറ്റാനായിട്ടൊന്നും പറ്റുന്ന കാര്യമൊന്നുമല്ല. സ്വന്തമായിട്ട് നാണം കെട്ടുകൊണ്ടിരിക്കുന്നൊരു വ്യക്തി. എന്തും ഇതിൻ്റെ അവസാനം ഒന്നും മനസ്സിലാവുന്നില്ല. അതേപോലെ തന്നെ ഫിറോസ് ഖാൻ ഇപ്പം വന്ന് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഫിറോസ് ഖാൻ്റെ ഒരു രീതിയൊക്കെ എനിക്ക് കണ്ടപ്പം പുള്ളി അങ്ങ് ഓവറായിട്ട് അങ്ങ് വിനയം കാണിക്കുന്നു, അങ്ങ് പഞ്ചപാവത്തോടെ കൂടിയിട്ട് വീഡിയോയിൽ സംസാരിക്കുന്നു. ഫിറോസ് ഖാൻ്റെ ഒരു രീതി ഇങ്ങനെയൊന്നും അല്ല. ഫിറോസ് ഖാൻ്റെ ഭാഗത്ത് ഇവിടെ തെറ്റ് കാണും. ഇവിടെ ഒരു സൈഡ് മാത്രം നമുക്ക് ഒരിക്കലും ബ്ലെയിം ചെയ്യാനായിട്ട് പറ്റത്തില്ല. 17 വയസ്സുള്ള കുട്ടിയുടെ ഒരു കേസ് കണ്ടല്ലോ, അത് തെളിവും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ പോക്സോ കേസ് വരെ വരാനായിട്ട് ചാൻസ് ഉള്ളൊരു സാധനം തന്നെയാണ്. അപ്പം അങ്ങ് ഓവർ വിനയും ഓവർ ഡീസൻസി അങ്ങ് വിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ഇത്രയും കൂടെ ഒരു ജെന്യുവൻ ഫീൽ കിട്ടും എന്ന് എനിക്ക് തോന്നി. ഇതെൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. അതിന്റെ പ്രൂഫ് അടക്കം എന്നോട് ചോദിച്ചാൽ ഞാൻ തരാം. ഇതിന്റെ പ്രൂഫ് എല്ലാം റസൂൽ പൂക്കുട്ടി ഇവൾക്ക് മെസ്സേജ് അയക്കുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി കളിയാക്കുന്നുണ്ട്. സജന നിനക്ക് അയച്ച പോലത്തെ മെസ്സേജ് എനിക്കും ലക്ഷ്മിക്കും ഒക്കെ അയച്ചിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ എത്ര പേർക്ക് അയച്ചിട്ടുണ്ടാവും? അപ്പൊ അല്ല, എന്നോട് ഭയങ്കര സ്നേഹമാണ്, എന്നോട് ഭയങ്കര പ്രേമമാണ്. അവൾ അങ്ങനെ തന്നെയാ പറഞ്ഞത്. ഇന്ന് സജന ഫിറോസ് ആണ്. അപ്പൊ ഈ ഫിറോസ് വിളിക്കും, വീഡിയോ കോളിൽ വിളിക്കുമ്പോൾ അപ്പം ഫിറോസ് വീഡിയോ കോളിൽ വിളിക്കുമ്പോഴത്തേന് റസൂൽ പൂക്കുട്ടി ഉറങ്ങണമായിരിക്കും. അപ്പോഴാണ് വീഡിയോ കോൾ പറയണോ ശല്യം വിളിക്കേണ്ടെന്നുള്ള രീതിയിലാണ് ഇവള് ഫിറോസിന്റെ ഫോൺ എടുക്കണം. പക്ഷെ ഫോൺ എടുത്തതിന് ടോക്ക് മാറി. കാന്തന്റെ വിശേഷം. അപ്പൊ ഞങ്ങൾ തന്നെ ഇവളോട് ചോദിച്ചിട്ടുണ്ട്, അല്ല മോളെ നിനക്ക് സത്യത്തിൽ എന്താ നിന്റെ പ്രശ്നം എന്ന് ഞങ്ങളെല്ലാരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവള് ഈ ഫിറോസ് എന്ന് പറഞ്ഞ ഈ വ്യക്തിയുടെ അടുത്ത് വീഡിയോ കോൾ സംസാരിച്ച് ശരി ആ കുഴപ്പമൊന്നുമില്ല ഇവിടെ എല്ലാം ഓക്കെയാണ് ആ ശരി എന്ന് പറഞ്ഞ ഫോൺ വെച്ചിട്ട് ഇവളെന്താക്കും, റസൂൽ പൂക്കുട്ടിയുടെ സംസാരിക്കും. ഈ റസൂൽ പൂക്കുട്ടി പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്, സജന ഞാൻ എൻ്റെ ഫാമിലിയുടെ കൂടെ ഇരിക്കുമ്പോൾ നീ എന്നെ വിളിക്കരുത്, എനിക്കത് പ്രശ്നമാണ്, എന്നെ വിളിക്കരുത്, എൻ്റെ ഭാര്യ അറിഞ്ഞാൽ അത് പ്രശ്നമാകും. പക്ഷെ ഇവൾക്ക് അത് പറയുമ്പോഴാണ് കള്ളില്ലാണ്ട് പറ്റില്ല. MDMA എന്നൊരു സാധനം ഇവള് പറഞ്ഞല്ലോ വീഡിയോയിൽ. എനിക്ക് അത് കണ്ടുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത് ചെയ്യണത്. ഓക്കെ, MDMAയുടെയും കള്ളിൻ്റെയും കാര്യമാണ് പറഞ്ഞു വരുന്നത്. ഇതിനകത്ത് വേറൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, റസൂൽ പൂക്കുട്ടി കിടന്ന് ഉറങ്ങുന്ന സമയത്തായിരിക്കും ഫിറോസ് ഖാനെ വിളിക്കുന്നത്. എന്നിട്ട് ഫിറോസ് ഖാനോടെ ഇക്കാന്ന് വിളിച്ച് സംസാരിച്ചിട്ട് അത് കെട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് റസൂൽ പൂക്കുട്ടിയായിട്ട് പോകും. ഇതൊക്കെയാണ് സജിന കാണിച്ചുകൊണ്ടിരുന്ന പരിപാടികൾ. എന്തായാലും ദൈവത്തെ ഓർത്ത് സജിന ഇതെല്ലാം സത്യമാണെങ്കിൽ ഇനി മേലാൽ ഇൻ്റർവ്യൂന്നോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇടാനോ ഇങ്ങനെയുള്ള ഉടായ്പകളുമായിട്ട് വരരുത്. നിങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ ആ ശരി പ്രൂവ് ചെയ്യുക, വിത്ത് എവിഡൻസ് ആയിട്ട് നിങ്ങൾ പ്രൂവ് ചെയ്യുക. അല്ലാത്ത വന്നിരുന്ന് ഇനി സംസാരിച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യരും ഇത് വിശ്വസിക്കാൻ പോകുന്നില്ല. ജനങ്ങൾ മൊത്തം നിങ്ങൾക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞ് എത്രയോ ആൾക്കാർ ഇതിനെപ്പറ്റി സംസാരിക്കുന്നറിയാം. അയ്യോ സജിനെ പറ്റി കേട്ടില്ല ഇങ്ങനെയുള്ള രീതിയിൽ ആൾക്കാർ പറയുന്നത്. നിങ്ങളുടെ ഇമേജ് കംപ്ലീറ്റും പോയി. അപ്പോൾ ഇനിയും വീണ്ടും വന്നിരുന്ന് മെഴുകി ആ പിള്ളേരുടെയും കൂടെ ഭാവി കൊണ്ടുവന്ന് കളയരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. അത് കണക്ക് തന്നെ ഫിറോസ് ഖാൻ്റെ അടുത്തും പറയുന്ന കാര്യമാണ്. എന്തായാലും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിഞ്ഞ് ഇനി കഴിവതും ഈ ഒരു വിഷയം മിണ്ടാതിരിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ലീഗലി പോവാം, ഡിവോഴ്സ് ആവുന്നെങ്കിൽ ഡിവോഴ്സ് ആകും. അല്ല ചുമ്മാതെ കടന്ന് ഇത് പറഞ്ഞ് വീണ്ടും ആ പിള്ളേരെയും റസൂൽ പൂക്കുട്ടി എന്ന് പറയുന്ന വ്യക്തിയുടെ ഭാര്യയും മക്കളെയും അവരെ ഒന്നും ഈ ഒരു വിഷയം അഫക്റ്റ് ചെയ്യാതെ മാക്സിമം നോക്കുക. അതതിനകത്ത് ഇനി ചെയ്യാനുള്ളത്. എന്തായാലും റസൂൽ പൂക്കുട്ടിക്ക് ഒന്നും മിണ്ടണ്ട. ഇത്രയും കാര്യം പറഞ്ഞിട്ടും ഇയാൾ മിണ്ടാതിരിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇയാൾക്ക് അതിനുള്ള തൻ്റെ ഇടമില്ലേ? അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും വന്ന് അയാൾക്ക് മിണ്ടിക്കൂടെ? ഇയാൾ അതിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ കിടന്ന് കളിക്കുന്നത് എന്തിനാ? ഈ MDMA എന്ന് പറഞ്ഞ സാധനം സജനനെ
തലക്ക് പിടിച്ച് നമ്മളിങ്ങനെ കുലുക്കിയാലില്ലേ സജനയുടെ മൂക്കിന്ന് ഒരു 3-3.5 കിലോയുള്ള MDMA കിട്ടും. സത്യമാണ് ഞാൻ പറയണത്. ഈ സാധനം ഇല്ലാതെ സജനക്ക് പറ്റില്ല. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ അഡിക്ഷനാണ്. ഇവിടെ ഏതെങ്കിലും ഒരു പ്രോഗ്രാം എടുത്ത് ആ പേജിൽ നോക്കിയാൽ അറിയാം സജനയുടെ ഒരു ഡാൻസ് ഉണ്ട് അതിനകത്ത്. അടിച്ച് കയറ്റിയിട്ട് സ്റ്റേജിൽ കയറിയതാണ് സജന. സ്റ്റേജിൽ കയറിയിട്ട് സ്റ്റെപ്പ് വരെ മറന്നുപോയിട്ട് ഇവള് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോകുന്നില്ല. കവറപ്പ് ചെയ്ത് നെക്സ്റ്റ് പിള്ളേർ കയറി കൂടെ കളിക്കുന്ന പിള്ളേർ കവറപ്പ് ചെയ്ത് കളിച്ചിട്ടാണ് ആ പ്രോഗ്രാം ഇതാക്കിയത്. ഈ പറഞ്ഞ ലക്ഷ്മിയൊക്കെ കാല് പിടിച്ചിട്ടാണ് സജനൊന്ന് അവർ സ്റ്റേജിൽ കയറ്റിയത്. അപ്പൊ അവള് ചെയ്ത കാര്യമാണിത്. ഈ സാധനം അടിച്ച് കയറ്റി തിരിഞ്ഞ് എന്താണ് ഇതില്ലാണ്ട് അവൾക്ക് പറ്റില്ല. അപ്പൊ ആ സാധനം കണ്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞപ്പം എനിക്ക് അതാണ് ഏറ്റവും വലിയ അത്ഭുതം തോന്നിയത്. കഞ്ചാവ്, ഈ പറഞ്ഞ സാധനം, സിഗരറ്റ്. അപ്പോൾ ഇതൊന്നും കിട്ടാതിരുന്നിട്ടായിരിക്കാം മേ ബി ഈ ഫിറോസ് ഖാൻ്റെ അടുത്ത് നിന്ന് ചാടിയിട്ട് സ്വന്തമായിട്ടുള്ള ജീവിതം ഒറ്റയ്ക്ക് ജീവിക്കാമെന്ന് തീരുമാനിച്ച് ഇറങ്ങി തിരിച്ചത്. ഇതൊക്കെ സത്യമാണ്, ഇതൊക്കെ സീരിയസ് അലിഗേഷൻസ് ആണ്. നമ്മുടെ നാട്ടിലിപ്പം തൂഫാനൊക്കെ ഉണ്ട്, മനസ്സിലായ? തൂഫാനൊക്കെ ഇങ്ങനെയുള്ള ഇൻഫർമേഷനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചെന്ന് തൂക്കും. എന്തായാലും ഒരു ബ്ലഡ് ടെസ്റ്റൊക്കെ ആയിട്ട് മേ ബി ഇനി സജിന വരാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ് എന്നാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത്. എന്തായാലും ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്ത് നിങ്ങളുടെ ശരീരത്തിൽ ഇങ്ങനെയുള്ള ഇതിൻ്റെ യൂസേജ് ഒക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ കണ്ടുപിടിക്കുക. നിങ്ങളുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യും. ഇതൊക്കെ ഒരു ആരോപണം മാത്രമാണെന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ പറ്റിയിട്ട് ഓൾറെഡി ഒരു അലിഗേഷൻ പറഞ്ഞു MDMA എന്ന് പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ അത് കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സജിനയുടെ മണ്ടലോട്ട് വന്നതാണെന്ന് അറിയത്തില്ല. എന്തായാലും ഇതിൻ്റെ സത്യങ്ങൾ കണ്ടുപിടിക്കുക. മിക്കവാറും ഇതൊരു പോലീസ് കേസിലായിരിക്കും അവസാനിക്കാനായിട്ട് പോകുന്നത്. കാര്യം നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു പ്രഗ്നൻസിയിൽ നിന്ന് തുടങ്ങിയ സാധനമാണ്. ഇപ്പം എവിടെയാണ് ഇത് വന്ന് നിൽക്കുന്നത്? സിഗരറ്റ് 2 മണി 3 മണിക്കൊക്കെ താഴെ ഗ്രോസറിന്ന് വാങ്ങിച്ചു കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. എവിടെയെങ്കിലും ഒരു വീട്ടിൽ കയറ്റാൻ കൊള്ളൂല. ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയാൽ അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനമാണെങ്കിൽ അവൾ അതങ്ങ് എടുക്കും. ഒരു പ്രാവശ്യം ഇതുപോലെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയപ്പോഴത്തേനും അവരുടെ വീട്ടിൽ കയറിയിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോഴത്തേനുണ്ട് ഞാൻ ചെയ്ത് ആരുടെ നെയിൽ പോളിഷാണ് അത്, ഞാൻ അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട നെയിൽ പോളിഷ്. ഞാൻ നാണുണ്ടോ സച്ചിന നിനക്ക്? ഈ ആണുങ്ങളുടെ കേസ് അത് ഒരു ഭാഗത്ത് അങ്ങനെ കിടക്കുകയാണ്. അല്ലാണ്ടുള്ള ഇവളുടെ ക്യാരക്ടറാണ് ഞാൻ പറയണത്. വൃത്തികെട്ട ക്യാരക്ടർ എന്ന് വെച്ചാൽ ഇവള് പറയുന്നുണ്ട് രേണുസുതി രേണുസുതിനെ പോലെ എന്നൊക്കെ. സത്യം പറയട്ടെ, രേണുസുതിയൊക്കെ ഇല്ലേ പൂവിട്ട് പൂജിക്കണം. ഈ പെണ്ണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ ഇവള് റസൂലിനെയും പറ്റിച്ചിട്ടും ഒരാൾക്കാരെ വിളിച്ചിട്ട് എങ്ങനെയെങ്കിലും ഇവൾക്ക് പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് ഇവള് പോകും. അന്ന് അവളെ കൂട്ടിയിട്ട് പോയ ആൾക്കാരുടെ പേരൊക്കെ എനിക്ക് പറയാൻ എനിക്കറിയാം. പക്ഷെ അവരെല്ലാം ഞാൻ ഇതിലൊന്ന് വലിച്ചെടുക്കാൻ ഞാൻ എനിക്ക് താല്പര്യപ്പെടുന്നു. അവരുടെ പേരെല്ലാം കറക്റ്റ് ആയിട്ട് ആര് പറഞ്ഞിട്ടുണ്ട്? ഫിറോസിന്റെ വീഡിയോയിൽ കറക്റ്റ് പേരുകൾ പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെ. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. സമ്മതിക്കണം, ഇതൊക്കെ പൊക്കി എടുത്തല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അതെല്ലാം പച്ചയായ സത്യങ്ങളാണ് ആ പറഞ്ഞതെല്ലാം. അതിൽ ഒരു തെറ്റ് പോലും അതിൻ്റെ അകത്ത് ഒന്നും അങ്ങേര് ഉണ്ടാക്കി പറഞ്ഞിട്ടില്ല. എല്ലാം വിത്ത് പ്രൂഫ് അതൊക്കെ അങ്ങേർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ എന്റെ കയ്യിലുള്ള പ്രൂഫൊക്കെ കൊടുത്തെങ്കിൽ സച്ചിൻ ഈ ജില്ല വിട്ട് ഓടിപ്പോണ്ട സമയം എടുത്ത് പുറത്തിടണം. എടുത്ത് കയ്യിൽ വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അടിക്കുന്നെങ്കിൽ ഇപ്പോൾ അടിക്കണം, എങ്കിലേ ജനങ്ങൾക്ക് അത് വിശ്വാസം വരത്തുള്ളൂ. ഇതിപ്പോൾ ഒരാളെ പറ്റിയിട്ട് നമുക്ക് വായി തോന്നിയ ദിവസം എന്തും പറയാൻ പറ്റും, അത് വലിയ വിഷയമൊന്നുമില്ല. പക്ഷേ പ്രൂഫ് വെച്ച് സംസാരിക്കണം. ഇപ്പോൾ സജിനെ പറ്റിയിട്ട് ഇത്രയും അലിഗേഷൻ പറഞ്ഞു, യാതൊരുവിധ തെളിവ് ഇതുവരെ സബ്മിറ്റ് ചെയ്തില്ല. അത് കണക്ക് തന്നെ സജിനെയും ഫിറോസ് ഖാനെ പറ്റിയിട്ട് ഒരുപാട് പറഞ്ഞു. തെളിവും കാര്യങ്ങളൊന്നും ഈ നിമിഷം വരെ കൊണ്ടുവന്നിട്ടില്ല. ലീഗലി പോവും മറ്റേതാ മറിച്ചതെന്നൊക്കെ പറയുന്നതല്ലാതെ ഒരു തേങ്ങയായിട്ടും വന്നിട്ടില്ല. സജിനയുടെ ഭാഗത്തിനായുണ്ടെങ്കിലോ ഫിറോസ് ഖാൻ്റെ ഭാഗത്തിനായുണ്ടെങ്കിലോ ഇവർ രണ്ടുപേരും എവിഡൻസ് വെച്ച് സംസാരിക്കണം. ഈ വോയിസ് ക്ലിപ്പും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും എന്ത് വേണമെങ്കിലും ഇന്നത്തെ കാലത്ത് ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ഫേക്ക് ആയിട്ടൊരു വോയിസ് ഇങ്ങനെ ഒരു സാധനം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരായാലും പറയും. നിങ്ങൾ പ്രൂഫും എല്ലാ ഡീറ്റെയിൽസും വെച്ചിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അതിനൊരു ജെന്യൂനിറ്റി ഉണ്ടാകും. സജിനയുടെ അവിഹിത കേസുകളാണെങ്കിൽ അതിനകത്തൊരു സത്യം ഉണ്ടെന്ന് ഏകദേശം മനസ്സിലായി. കാര്യം ഫിറോസ് ഖാൻ പുറത്ത് വിട്ടേക്കുന്ന വീഡിയോയ്ക്കകത്ത് ഓൾറെഡി ഈ പുള്ളിക്കാരത്തെ അഡ്മിറ്റ് ചെയ്തതാണ്. പക്ഷെ ബാക്കിയുള്ള സീരിയസ് അലിഗേഷൻസ് പിന്നെയും കിടക്കുവാണ്. വേറെ ഒരു ചെറുക്കനെ കണ്ടിട്ട് അതിന് ഇഷ്ടം തോന്നിയത് വേറൊരു പെണ്ണിനോട്, ഇവൾക്ക് അവനോട് സ്നേഹം, എന്നിട്ട് അവരോട്ട് തല്ലുപിടിക്കുക, കണ്ണുകൊണ്ട് ഗോഷ്ടി കാണിക്കുക. അയ്യോ, ഇതൊക്കെ ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ മാറിയെന്ന് ആദ്യം ഞങ്ങൾക്കൊക്കെ ചിരി വരുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ സഹിക്കാൻ പറ്റാണ്ടായി. ഇതൊക്കെ ഒന്ന് ഈ പറഞ്ഞ റസൂൽ പൂക്കുട്ടി ഇതൊന്നും അറിയുന്നില്ലേ? റസൂൽ പൂക്കുട്ടി വിളിക്കുമ്പോൾ എൻ്റെ ഇക്ക, എൻ്റെ പൊന്നിക്ക, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഇക്കല. റസൂൽ പൂക്കുട്ടി അങ്ങനെ ഒരുത്തൻ. റസൂൽ പൂക്കുട്ടി വലിയ കാര്യത്തിൽ വക്കീൽ നോട്ടീസൊക്കെ കൊണ്ടുവന്നിട്ടേക്കുന്നുണ്ട്. എൻ്റെ പേരോ എൻ്റെ ഇതൊന്നും ഉപയോഗിക്കരുത്. നിങ്ങളുടെ സാധനങ്ങൾ പബ്ലിക്കിലാണ് വരുന്നത്. നിങ്ങളെ പറ്റിയുള്ള സാധനം പോസ്റ്റ് ചെയ്ത ആരാണ്? സജിനയാണ്. അതിന് ബാക്കിയുള്ള യൂട്യൂബേഴ്സിനെയൊക്കെ വന്നിരുന്നിട്ടില്ല ഭീഷണിപ്പെടുത്തുന്നൊരു പരിപാടി ഉണ്ടല്ലോ, അതൊന്നും അത്ര ശരിയുള്ള പരിപാടിയൊന്നുമല്ല. എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ പബ്ലിക്കായിട്ട് വന്ന് സംസാരിക്കും. അതാണ് അതിൻ്റെ ഒരു എന്താ പറയണ്ട, ഒരു ആണത്തം. എനിക്ക് ആരുമില്ല ഇക്ക, എനിക്ക് ഇക്ക മാത്രമേ ഉള്ളൂ ഇക്ക. ഇങ്ങനെ അവളുടെ സംസാരം കേട്ടിട്ടുണ്ടെങ്കിലല്ലേ നമുക്ക് എടുത്തിട്ട് എറിയാൻ തോന്നും. ഫോൺ വെച്ചിട്ട് അവള് പിന്നെ ഇപ്പുറത്ത് അവൾക്ക് കള്ളുകൂടിയും പരിപാടിയാണ്. സജന പറയുന്ന ഒരു കാര്യത്തിൽ ഒരു കഴമ്പൂല. അവൾക്ക് ഒരാളോട് ദേഷ്യം വന്നാൽ അവരെ തറപറ്റിച്ച് സംസാരിക്കും. തറപറ്റിച്ച് അവർ വൃത്തികെട്ടവളെന്നുള്ള രീതിയിൽ അവൾ സംസാരിക്കും. ഏത് ലെവലിൽ വേണമെങ്കിലും അവൾ സംസാരിക്കും.
എൻ്റെ കെയർ ഓഫിൽ പരിചയപ്പെട്ട് എടുത്തി കൊടുത്ത ഒരു 3-4 ആൾക്കാരോട് അവള് ചുമ്മാ അവളുടേതായ അടിച്ചു പൊളിക്ക് വേണ്ടിയിട്ട്, നമുക്ക് കഞ്ചാവ് വലിക്കാനോ അവൾക്ക് MDMA എടുക്കാനും വേണ്ടിയിട്ട് അവരുടെ അടുത്ത് പൈസ വേണം എടാ പൈസ താടാ, എന്നെ അവിടെ കൊണ്ടുപോടാ, എന്നെ ഇവിടെ കൊണ്ടുപോടാ. ഇതാണ് അവളുടെ ക്യാരക്ടർ. ഞാനൊക്കെ 10-12 വർഷം ദുബായിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഇവിടെ ഒരാളുടെ പേരെടുത്തിടുക, അത് മറ്റുള്ളവർ ചെയ്ത കാര്യമാണ് പറഞ്ഞത്. ഏതോ നല്ല ആൾക്കാർ ഇപ്പോഴത്തെ കാലത്തെ പരിപാടികളാണ് ദുബായി പോവുക, അവിടെ കിടന്ന് അടിച്ചു പൊളിക്കുക, എന്നിട്ട് നാട്ടിൽ വരിക, എന്നിട്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ വിവാദമാകുക. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. സജിന ആരെ കണ്ടു കഴിഞ്ഞാലും കൂടെ പോവും, ചിരിച്ച് കാണിക്കും, പ്രേമരോഗിയാണ്, പിന്നെ ഈ പറയുന്ന ലഹരി അമിതമായിട്ട് യൂസ് ചെയ്യുന്ന വ്യക്തിയാണ്. ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിഹിതം ഒരു സൈഡിൽ, ബാക്കിയുള്ളത് വേറെ സൈഡിൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ നാണോ മാനം എന്ന് പറയുന്നൊരു സാധനമില്ല. അത് ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. അതായത് എത്ര മാറിയാലും വിഷയമില്ല. സജിനയുടെ ലാസ്റ്റ് ഇൻ്റർവ്യൂവിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവർക്ക് ഒരു കുഴപ്പമില്ല, ഒരു കൂസലുമില്ല. വന്നിരുന്നങ്ങ് ന്യായീകരിക്കുകയാണ്. അവിഹിത കഥകളൊക്കെ അങ്ങ് വന്നിരുന്ന് ചിരിച്ചുകൊണ്ട് വന്നിരുന്നങ്ങ് സംസാരിക്കുകയാണ്, ഒരു ഉളുപ്പുമില്ലാതെ. ഒരു സൈഡിൽ കൂടി ഫിറോസ് ഖാൻ അങ്ങ് വലിയ മാന്യനാണ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, വളരെ എന്തു പറയണ്ട, വളരെ ആ സൗണ്ടൊന്നും ഉറച്ചു പോലും സംസാരിക്കുന്നില്ല. അതായത് ഓവർ ഡീസൻസി, ഓവർ മാന്യതയും ഒരു സൈഡിൽ കാണിക്കുന്നു. ഇപ്പം അവർ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുകയാണ്. ഞാൻ ഒരു കാരണവശാലും രണ്ടുപേരെയും ന്യായീകരിക്കത്തില്ല. പക്ഷേ ഫിറോസ് ഖാനെ സമ്മതിക്കണം എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇത്രയും ആൾക്കാരോടെ പോയിട്ടും സജിനെ സ്വീകരിക്കാനുള്ളൊരു വിശാല മനസ്സ് ഫിറോസ് ഖാൻ കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതിൻ്റെയൊക്കെ ഫുൾ എവിഡൻസും സാധനങ്ങളും എല്ലാം എടുത്ത് വെച്ചിട്ട് ആരെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യട്ടെ, എങ്കിൽ മാത്രമേ ഈ ഒരു വിഷയത്തിനൊരു ക്ലാരിറ്റി കിട്ടത്തുള്ളൂ. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യും.